അന്തർദേശീയ തലത്തിൽ സയനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന വംശീയ അജണ്ട പോലെ തന്നെ രാജ്യത്തും മുസ്ലിം വിരുദ്ധവും വംശീയവുമായ അജണ്ടകളുമായി ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാഗ്വാദങ്ങൾ നമ്മൾ കേൾക്കുന്ന സഹോദരങ്ങളെ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ ആത്മാവിന് നിരക്കാത്ത നിയമങ്ങളാണ് പൗരത്വ ഭേദഗതി നിയമങ്ങളടക്കമുള്ള കാര്യങ്ങൾ. ഒരു സമുദായത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മതാടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുന്ന രീതി നമ്മുടെ രാജ്യത്തിന് കേട്ടുകേൾവിയില്ലാത്തതാണ്. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന തുല്യതയ്ക്കും മതേതരത്വത്തിനുമെല്ലാം ഘടകവിരുദ്ധമാണത്. എന്നാൽ ഇന്ന് അത്തരം അടിസ്ഥാന മൂല്യങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനൊന്നും യാതൊരു പരിഗണനയും നൽകാതെ ഏകശിലാത്മകമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്യാൻവാപ്പി അടക്കമുള്ള ആരാധനാലയങ്ങൾക്കെതിരെ വലിയ കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ ബഹുസ്വരത തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ മതജാതി വ്യത്യാസങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കുവാൻ നമുക്ക് സാധ്യമാവണം. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കൂടി നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതേതര സർക്കാർ രൂപപ്പെടുന്നതിന് വേണ്ടിയാവണം നാം നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും കൂടി വിശ്വാസികൾ എന്ന നിലയിലും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാവണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മതനിരപേക്ഷത പോലെ തന്നെ പ്രധാനമാണ് നീതി എന്ന് പറയുന്നത്. അല്ലാഹു പറയുന്നതും നീതിക്ക് വേണ്ടി നിലനിൽക്കാനാണ്. കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ നീതി കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നവരാവണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്ത് വന്ന ഒരു വിധി നീതിബോധമുള്ള മുഴുവൻ ആളുകളെയും ഏറെ നിരാശപ്പെടുത്തി. കാസർഗോഡ് ഒരു മദ്രസ അധ്യാപകനെ പള്ളിയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് 3 പ്രതികളെയും വിട്ടയക്കാനുള്ള കോടതി വിധിയുണ്ടായത്. വീഴ്ച എവിടെയാണോ സംഭവിച്ചിട്ടുള്ളത് അത് പരിഹരിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാവണം. സഹോദരങ്ങളെ, അക്രമികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. സർക്കാർ അടിയന്തരമായി അപ്പീൽ പോയി എന്നത് ആശാവഹമായ കാര്യമാണ്. കുറ്റവാളികൾ രക്ഷപ്പെടുമ്പോ നിരപരാധികളാണ് ശിക്ഷിക്കപ്പെടുന്ന ബോധ്യത്തോടുകൂടി പ്രതികൾക്ക് ശരിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ മദ്രസാധ്യാപകന്റെ കുടുംബത്തിന് അല്ലാഹു തആല ക്ഷമയും ധൈര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സൗഹൃദമാണ് നമ്മുടെ നാടിന്റെ മൂലധനമെന്ന് പറയുന്നത്. സാഹോദര്യവും സൗഹൃദവുമാണ് നമ്മുടെ നാടിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനെ നാം സംരക്ഷിച്ചേ പറ്റൂ. പരസ്പര സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമെല്ലാം അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമാണ് കേരളത്തിൽ വീണ്ടും ചർച്ചയാവുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു വട്ടം ചർച്ച ചെയ്തതാണ്, വീണ്ടും ആ ചർച്ച ഉയർന്നു വന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഇത്തരം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതും വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ ലവ് ജിഹാദിൽ എന്ന് പാർലമെന്റിൽ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതിനാൽ ഇത്തരം പ്രചരണങ്ങളിൽ, കുപ്രചരണങ്ങളിൽ വഞ്ചിതരാവാതെ മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ടൂളായി മാറാൻ പാടില്ല. ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ഉപകരണമായി മാറാൻ പാടില്ല. നമുക്കിടയിൽ ഹെയ്റ്റ് പരത്തുന്ന ഒരാവിഷ്കാരവും കലയല്ല. അകറ്റുന്നതാവരുത് കല. പരസ്പരം അടുപ്പിക്കുന്നതും പരസ്പരം സൗഹൃദത്തോടുകൂടി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതുമാവണം കല എന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സമൂഹത്തിൽ സ്നേഹം ദാനം ചെയ്തുകൊണ്ട് സ്വർഗം നേടുക എന്നത് തന്നെയാണ് പെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ശറഇന്റെ പരിധികൾ ലംഘിക്കാത്ത രീതിയിലുള്ള ചിരികളും കളികളും തമാശകളും വിനോദങ്ങളും എല്ലാം പെരുന്നാൾ ദിനത്തിൽ ആകാവുന്നതാണ്. പെരുന്നാൾ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്.
പെൺകുട്ടികൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകന്റെ ശിഷ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. പ്രവാചകന്റെ വീട്ടിലാണോ നിങ്ങളുടെ പാട്ടും ബഹളവും എന്നായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, ഇത് നമ്മുടെ ആഘോഷ ദിനമാണ്, ഇത് നമ്മുടെ പെരുന്നാൾ ദിനമാണ്. ഇന്നലി കുല്ലി ഖൗമിൻ ഈദാ വഹാദാ ഈദുനാ. നിശ്ചയം എല്ലാ സമൂഹങ്ങൾക്കും അവരുടേതായ ആഘോഷ ദിനങ്ങളുണ്ട്, ഇത് നമ്മുടെ ആഘോഷ ദിനമാണ്. അതുകൊണ്ട് കുട്ടികൾ പാടട്ടെ, കുട്ടികൾ കളിക്കട്ടെ, അവർ ഉല്ലസിക്കട്ടെ, അവരാനന്ദിക്കട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ സന്തോഷങ്ങളുമായി, വിരുന്നുകളുമായി, അയൽപക്ക സൗഹൃദങ്ങളും കുടുംബ സന്ദർശനങ്ങളുമായി ഇന്നത്തെ ദിവസം സജീവമാക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളെ ഇണക്കുവാനും അവർക്ക് സ്വയം ഇണങ്ങുവാനും സാധ്യമാവേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ പിണങ്ങി നിൽക്കുന്ന രണ്ടാളികളുണ്ടെങ്കിൽ അവർക്ക് ഇണങ്ങാനുള്ള ഏറ്റവും ഉചിതമായ സ്ഥലമെന്ന് പറയുന്നത് ഈ മൈതാനിയാണ്. ഈ ഈദ് ഖുത്ബ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, ഹസ്തദാനം ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, അതോടുകൂടി തീരുന്നതാണ് നമുക്കിടയിലെ എല്ലാ പിണക്കവും. അങ്ങനെ ഇണങ്ങുവാനും സൗഹൃദത്തോടുകൂടി മതജാതി ചിന്തകൾക്ക് അതീതമായ ആ പരസ്പര സ്നേഹത്തോടുകൂടി കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായ സൗഹൃദത്തോടുകൂടി മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.